സ്ത്രീകൾ പുരുഷന് ജോലി വേണമെന്ന് വാശി പിടിക്കുന്ന സമയത്ത് തിരിച്ച് പുരുഷൻ സ്ത്രീധനം മേടിക്കുന്നതിൽ തെറ്റുണ്ട്. സ്ത്രീധനം മേടിക്കുന്നത് തെറ്റ് തന്നെയാണ്. സ്ത്രീധനത്തിനല്ലല്ലോ കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ട്. ജോലി വേണമെന്ന് നിർബന്ധം പിടിക്കുന്നതോ? ജോലി വേണം നിർബന്ധം പിടിക്കുന്നത് ഇന്ന പർട്ടിക്കുലർ അത് ഓരോരുത്തരുടെ ചോയ്സാണ്. പക്ഷേ ഇന്ന പർട്ടിക്കുലർ ജോലി വേണമെന്ന് ഇപ്പോഴത്തെ ഗേൾസ് ചിന്തിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാലും കുഴപ്പമില്ല. അവൻ ജോലി വേണം അല്ലെങ്കിൽ ഇന്ന ആൾ വേണം ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും, അവർക്ക് അങ്ങനെ നടക്കാം. അല്ല, പൊതുവെ ഇപ്പം അങ്ങനത്തെ ഒരു ചിന്താഗതി ഗേൾസിന് ഇല്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നോർമൽ അവരവരുടെ പാർട്ട്ണറെ അവർ തിരഞ്ഞെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവനവൻ്റെ പാഷൻ അനുസരിച്ചാണ് എല്ലാവരും പോണതും. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കണേ നല്ലതെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു സ്ത്രീകൾ അങ്ങനെ ഡിമാൻഡ് ചെയ്യാറില്ലല്ലോ. പൊതുവേ നമുക്കൊരു ജോലിയുണ്ട്, നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാനല്ലേ ആദ്യം നോക്കുള്ളൂ, പിന്നെ കല്യാണത്തിനെ പറ്റി ചിന്തിക്കുള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും ജോലി എന്തും ആയിക്കോട്ടെ, നമുക്കൊരു കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ വൈബ് സെറ്റാവും, നമ്മുടെ ക്യാരക്ടർ മാച്ച് ചെയ്യുമെങ്കിൽ അതാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, ഞങ്ങളങ്ങനെ ഡിമാൻഡ് ചെയ്യുന്ന കൂട്ടത്തിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. പേരൻസ് ഡിമാൻഡ് ചെയ്യായിരിക്കാം. അപ്പോൾ സ്ത്രീധനം എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ടോപ്പിക് അല്ലേ, അത് നമ്മളിങ്ങനെ തിരിച്ചു ചോദിക്കുന്നതിൽ എനിക്കും ഇതില്ല. തെറ്റുണ്ടോ ചോദിച്ചാൽ ഓരോ കാഴ്ചപ്പാടല്ലേ, കുഴപ്പമൊന്നുമില്ല. കിട്ടിയ വാങ്ങി നോക്കാം, കിട്ടിയില്ലേ ഒഴിവാക്കി വിടും. എന്താണെന്ന് വെച്ചാൽ ഓരോരുടെ സാഹചര്യം എങ്ങനെ ആയിരിക്കൂലേ. ചിലപ്പോൾ തൻ്റെ വീട്ടിൽ കുറെ കാശുണ്ടാവും, എനിക്കൊന്നും ഉണ്ടാവില്ല, തന്നെ ഞാൻ വാങ്ങും, അത്ര തന്നെ. കിട്ടിയാ വാങ്ങും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുള്ളൂ. കാരണം ആ കുഴപ്പമുണ്ടോ ചോദിച്ചാൽ കുഴപ്പമില്ല, കുഴപ്പമില്ല ചോദിച്ചാൽ കുഴപ്പമില്ല. ആ കിട്ടിയ വാങ്ങിക്കും. അത് ചോദിക്കുന്നില്ല, സന്തോഷത്തോടെ വന്ന് മേടിക്കുന്നു. ഉണ്ട് സ്ത്രീധനം അവർക്ക്. എല്ലാ സ്ത്രീകളും ഇപ്പം സെൽഫ് ഡിപ്പെൻഡഡ് ആണ് ഇപ്പോൾ. അപ്പോൾ എല്ലാ സ്ത്രീകൾക്കും ജോലി വേണമെന്നില്ല. പിന്നെ രണ്ടുപേർക്ക് ഇൻകം ഉണ്ട്. അത്ര വലിയ ജോലി വേണമെന്നില്ല. പിന്നെ സ്വന്തമായിട്ടൊരു ഇൻകം വേണം. ഒരാൾക്ക് നാളെ ഒരു ഇൻകം ഇപ്പം നിന്ന് പോകുവാണെങ്കിൽ ഒരാളുടെ കൊണ്ട് ജീവിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ ഇന്നത്തെ ഒരു ലൈഫിൽ രണ്ടുപേർക്കും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ സുഖമായിട്ട് കഴിയാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഗവൺമെൻറ് ജോലി ഉണ്ടായിട്ടും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. EMI കാര്യങ്ങളും അതിൻ്റേതായ പ്രാരാബ്ദം അവർക്കുണ്ട്. ഇപ്പോൾ ഡെയിലി വേജസിന് പോകുന്നവർക്കും ഗവൺമെൻറ് ജോലിക്കാർക്കും എല്ലാം ഏകദേശം ഒരേ വേജ് തന്നെയാണ് കിട്ടണത്. അതിൽ വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയാൽ കൊള്ളാം, അത്രയേ ഉള്ളൂ. കാര്യങ്ങൾ മനസ്സിലാക്കാൻ സ്ത്രീധനം ഡിമാൻഡ് ചെയ്യാം. നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇങ്ങോട്ട് നമ്മൾ ചോദിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത്? അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. ഇന്നത്തെ കാലത്ത് ആരും അങ്ങനെ തോന്നുന്നില്ല. അതെനിക്ക് തോന്നുന്നു. അതായത് പൊതുവേ നമ്മളുടെ ഒരു സൊസൈറ്റിയിലുള്ള ബിലീഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങളാണ് ഫാമിലി ടേക്ക് കെയർ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ബിലീഫിലാണ് സ്ത്രീകൾ എപ്പോഴും വീട്ടു ജോലി നോക്കിയിരിക്കുക, അല്ലെങ്കിൽ ആണുങ്ങളാണ് എപ്പോഴും കുടുംബത്തിൻ്റെ കാര്യങ്ങൾ എക്സ്പെൻസ് മീറ്റ് ചെയ്യണം, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലാണ് അത് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു കോൺസെപ്റ്റ് മാറ്റിയിട്ട് ഇപ്പോൾ ഒരു ഫാമിലി ലീഡ് ചെയ്യുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഈക്വലി ആണെങ്കിൽ, ഇപ്പോൾ ഒരാണിന് ഒരു ഫാമിലി നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഈക്വലി ഒരു സ്ത്രീക്ക് ഉണ്ടെങ്കിൽ, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് ആ ഒരു മെൻറ്റാലിറ്റി മാറില്ലേ. ഐ മീൻ, ഞാൻ കല്യാണം കഴിക്കുന്ന ആൾക്ക് ഇന്ന ജോലി തന്നെ വേണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി മാറും. സോ അങ്ങനത്തെ ഒരു ഇക്വാലിറ്റി ആ ഒരു ഇതിൽ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡൗറിയും ഡിമാൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഐ മീൻ ആണുങ്ങൾക്ക്. ഇപ്പം ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഇൻഡിപെൻഡൻ്റ് ആണ്, അവർക്ക് ജോലി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക, അവർക്കിപ്പോൾ എനിക്ക് ഇത്ര ഡൗറി കിട്ടണം എന്ന് അങ്ങനെ നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു എനിക്ക് തോന്നുന്നു ആ ഒരു ജോലിയുടെ കാര്യത്തിലുള്ള ഒരു ഇക്വാലിറ്റി വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ രണ്ട് കേസും വരുന്നില്ല. സ്ത്രീകൾക്ക് അങ്ങനെ ഡിമാൻഡ് ചെയ്യേണ്ട കാര്യമില്ല, ആണുങ്ങൾക്ക് തിരിച്ച് ഡൗറിയും ഡിമാൻഡ് ചെയ്യേണ്ട കാര്യമില്ല. സോ അതാണ് എൻ്റെ ഒരു അഭിപ്രായം. സ്ത്രീധനോ മനസ്സിലായില്ല എനിക്ക്. അതായത് സ്ത്രീകൾ കല്യാണ സമയത്ത് പുരുഷന്റെ ജോലി ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് പുരുഷൻ സ്ത്രീധനം ഡിമാൻഡ് ചെയ്യുന്നത് തെറ്റുണ്ട്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. എന്തുകൊണ്ട്? അത് പിന്നെ രണ്ടുപേർക്കും ഇഷ്ടമുള്ള ജോലി ചെയ്യുക, അതൊരു ഓരോരുത്തരുടെ അത് വെച്ചല്ലല്ലോ കല്യാണം കഴിക്കുന്നതെന്ന്. അങ്ങനെ സ്ത്രീധനം വാങ്ങിക്കുന്നത് കൊടുക്കുന്നത് തെറ്റാണ്. അപ്പോൾ അതേപോലെ തന്നെ ജോലി ഡിമാൻഡ് ചെയ്യുന്നത് തെറ്റുണ്ട്. അത് എൻ്റെ ഒപ്പീനിയൻ വെച്ചാൽ അത് ശരിയായ ഒരു രീതിയല്ല. അത് ഇപ്പം എന്താ, ഓരോരുത്തരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി കിട്ടുന്നു, അത് ഡിമാൻഡ് ചെയ്യുന്ന പോലെ അല്ലല്ലോ. പിന്നെ അത് മാരേജുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല.
ഡിമാൻഡ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടില്ല. ഇന്നയാള് വേണം, ഇനി ഗവൺമെന്റ് ജോലി ആ ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ഉണ്ടല്ലോ, അങ്ങനത്തെ ആൾക്കാരുണ്ട്. അങ്ങനെ സ്ത്രീകൾ കല്യാണ സമയത്ത് പുരുഷന്റെ ജോലി വൻ രീതിയിൽ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് തിരിച്ച് പുരുഷൻ സ്ത്രീധനം ഡിമാൻഡ് ചെയ്യുന്നത് തെറ്റും. തെറ്റാ. ഇന്നത്തെ കാലത്ത് സ്ത്രീധനത്തിന് വേണ്ടി നോക്കേണ്ട കാര്യമില്ല. ഒരു ജോലി ഉണ്ടെങ്കിൽ പിന്നെ അതിൽ തന്നെ മതിയല്ലോ. അപ്പോൾ ഡിമാൻഡിങ് പ്രശ്നമാണെന്നാണ് പറയുന്നത്. ഡിമാൻഡ് ചെയ്യേണ്ട ആവശ്യം സ്ത്രീധനമേ ശരിക്കും മേടിക്കുന്നതും കൊടുക്കുന്നതൊക്കെ തെറ്റാണ്. സ്ത്രീധനം ഡിമാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, തെറ്റാതെ. അപ്പോൾ ജോലിയോ ജോലി വേണം, ആർക്കാണേലും ജോലി വേണം, രണ്ടുപേർക്കും ജോലി വേണം. എന്ന പർട്ടിക്കുലർ ജോലി വേണമെന്ന് പറയുന്ന ആളുകളോ സ്ത്രീകളുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. അങ്ങനെ പർട്ടിക്കുലർ ഡിമാൻഡ് ചെയ്യുന്ന പെൺകുട്ടികളുണ്ടോ? ഇല്ല, അത് അവരുടെ ഇഷ്ടമാണ്.